ഇനിയിപ്പോൾ നമ്മൾ പോകുന്നൊരു റിപ്പോർട്ടേ നമുക്കറിയാലോ, നമ്മുടെ ഒരു പെരുമ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളാണല്ലേ. അപ്പോൾ ഇടുക്കിയുടെ സുഗന്ധ വ്യഞ്ജന പെരുമ ഇനി UK വിപണിയിലും കൂടുതൽ തിളങ്ങാൻ പോവുകയാണ്. ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ നേട്ടമാകും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കാർഷിക മേഖല. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ തീരുവ കരാർ പ്രകാരം റദ്ദാക്കുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി വർദ്ധിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ കർഷകരൊക്കെ. നമുക്കൊരു വിശദമായ റിപ്പോർട്ട് കാണാം. രാജ്യത്തിന്റെ നാണ്യവിളകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കയറ്റുമതിയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. ഇടുക്കി മലനിരകളുടെ സ്വന്തമായ ഏലത്തിനും കുരുമുളകിനും തേയിലയ്ക്കും കാപ്പിക്കുമെല്ലാം ലോക മാർക്കറ്റിൽ വൻ ഡിമാൻഡ് ഇതിനോടകമുണ്ട്. UK-യുമായുള്ള വ്യാപാര കരാറിലൂടെ കയറ്റുമതി തീരുവ ഇല്ലാതാകുന്നതോടെ ഇന്ത്യയിൽ കയറ്റുമതി ഇനിയും വർദ്ധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പുതിയ ഈ കരാറ് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഒരു വലിയ വേൾഡിലെ ഒരു ഇക്കണോമിക് ഗ്രോത്തിലേക്ക് ഇന്ത്യ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പോർട്ടിൻ്റെ മേഖലയിൽ വളരെയധികം ഒരു വലിയൊരു നാഴികക്കല്ല് ആവുകയാണ്. പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്പൈസസ് സെക്ടറിൽ ഇത് വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. ഇതോടെ വിലവർധനവും ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കയറ്റുമതി ചെയ്തവർക്ക് മാത്രമല്ല, കൃഷിക്കാർക്കും ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ്. ഏലവും കുരുമുളകും ഒക്കെ ഏറെ കൃഷി ചെയ്യപ്പെടുന്ന ഒരു ജില്ലയെന്ന നിലയിൽ അത് ജില്ലയിൽ നിന്നുള്ള കൃഷിക്കാർക്കും ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ്. അപ്പോൾ ഭക്ഷ്യ വസ്തുക്കളുടെ സംസ്കരണം ചെയ്ത് അത് കയറ്റുമതി ചെയ്യുന്നതിനും പൂർണ്ണമായും തീരുവ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ കരാർ. UK-യിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതോടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചലനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിൽ നിന്നുള്ള ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയവയ്ക്ക് യൂറോപ്പിൽ മികച്ച മാർക്കറ്റുണ്ട്. ഏലത്തിന്റെ പ്രധാന വിദേശ വിപണി അറേബ്യൻ രാജ്യങ്ങളാണ്. എന്നാൽ UK അടക്കമുള്ള രാജ്യങ്ങളിൽ കാർഡമം ഓയിൽ അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഡിമാൻഡുണ്ട്. ഇക്കാരണത്താൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വർദ്ധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് വലിയൊരു മുതൽക്കൂട്ടാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഏലം ഇന്ന് ഏകദേശം UAE-യിലൊക്കെയാണ് കൂടുതൽ അതിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് UK-യിലേക്ക് കൂടി ഏറ്റവും കൂടുതൽ അതിലേക്ക് കൂടി മാറ്റാനായിട്ടൊരു സാഹചര്യം തീർച്ചയായിട്ടും നിലവിൽ വരും. കേരളത്തിൽ നിന്നുള്ള വിദേശ കയറ്റുമതിയിൽ 4% സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ഇതിൽ ഭൂരിഭാഗവും ഇടുക്കിയുടെ സംഭാവനയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.